ഹായ് ഡിയേഴ്സ്. അപ്പം ഞാൻ 2 ദിവസം മുന്നേ ഒരു തയ്യൽ മെഷീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് 1-2 പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാമോ, അതുപോലെ ഇതിപ്പോഴും വർക്കിംഗ് ആണോ, ഇത് വാങ്ങിച്ചിട്ട് പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ചുരിദാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉടുപ്പോ ഒന്നും ഫുള്ളായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, നമ്മളുടെ എന്തെങ്കിലും ചെറിയ ചെറിയ എവിടെയെങ്കിലും സ്റ്റിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കാനുള്ള കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുക, അങ്ങനത്തെ ഇതിനൊക്കെ ഇത് നന്നായിട്ട് പറ്റും. അല്ലാണ്ട് ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്ക്കാനൊന്നും ഈ ഒരു മെഷീൻ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് വീട്ടിലെ അല്ലറ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തുന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു മെഷീൻ നല്ല അടിപൊളിയാണ് എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നൂലിടേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്. ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബോബിനാണ്. ഈ ഒരു എന്താ പറയുക, ഇതിൽ ഇട്ടിട്ടുള്ള ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സാധാ നൂലിൻ്റേത് തന്നെ ഇടാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിലുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ലൈറ്റും മറ്റേത് അതിൻ്റെ തയ്ക്കാനുള്ളൊരു സ്വിച്ചും തന്നെയാണ്. അതുപോലെ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്, ഇത് ഇവിടെ രണ്ട് ഭാഗത്ത് ഹോള് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ഒന്ന് നമ്മുടെ ഫൂട്ടിൻ്റെ മെഷീൻ കണക്ട് ചെയ്യാൻ, ഫൂട്ടിൻ്റെ ആ ഒരു ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സാധനത്തിന് ഇവിടെ ഒരു സ്പ്രിങ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബോബിന് ഇട്ടിരിക്കുന്ന ആ ഒരു വയലറ്റ് പോർഷൻ്റെ കുറച്ചുകൂടി നീളമുള്ളതുണ്ട്, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂല് തന്നെ അതിൽ ഇടാൻ പറ്റും. അതിനുശേഷം നൂല് അടിഭാഗത്തിലൂടെയാണ് എടുക്കേണ്ടത്, മോൾ ഭാഗത്ത് കൂടെ എടുക്കാൻ പാടില്ല. അടിഭാഗത്തിലൂടെ എടുത്തതിന് ശേഷം അവിടെ ഒരു കുഞ്ഞൊരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ ഈ നൂല് എടുക്കുക. അതിനുശേഷം ഈ പ്രഷറൊക്കെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കൂടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, അതിലൂടെ എടുത്തതിന് ശേഷം ഈ മൂവ് ചെയ്യുന്ന ആ ഒരു ഹെഡിലേക്കും കൂടി നൂല് കൊടുക്കുക. അത്യാവശ്യം നൂല് നമ്മൾ വലിച്ചു വെക്കണം കേട്ടോ, കാരണം പറ്റ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂചിയിൽ നിന്ന് അത് പുറത്തേക്ക് വരും. അപ്പോൾ അതിനുശേഷം ആ ഒരു ഹെഡിലൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ മെഷീനിലുള്ള പോലെ തന്നെ ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട് അവിടെ, അതിലൂടെ ഇട്ടിട്ട് നമ്മൾ സൂചിയിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതുപോലെ താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അത് മൂവ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു ബോബിൻ കൊടുത്തിട്ടുണ്ട്, ആ ബോബിൻ വെക്കേണ്ട രീതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബാക്കിലെ ഫൂട്ട് നമ്മൾ കറക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൂലും കൊടുക്കാൻ വേണ്ടിയിട്ട് സൂചി കറക്റ്റായിട്ട് പൊന്തിയിരിക്കും കേട്ടോ, പൊന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ ബാക്കിലൊരു നമ്മുടെ ഈ ഒരു ഫൂട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനും കൂടി ഉണ്ട്. അത് നമ്മുടെ സാധാ മെഷീനിലുള്ള പോലെ തന്നെ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഴഞ്ഞ് കിടക്കുന്ന തുണിയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ, ഇതിലെ സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നല്ല സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫുൾ ഫ്രോക്കോ അല്ലെങ്കിൽ ഒരു കുർത്തിയോ ഒന്നും തയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട്. സാധാ നമ്മുടെ നോർമൽ തയ്യൽ മെഷീനിൽ തയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് നമ്മൾ ആ തുണി വലിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
എനിക്കിതൊന്ന് യൂസ്ഫുള്ളായി തോന്നി, അതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലും വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ഒരു ഫൂട്ടിൻ്റെ നമുക്ക് കാൽ വെച്ച് അമർത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. അപ്പോൾ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് അഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വയറിന് നീളമുണ്ട്, അത് നമ്മൾ താഴേക്ക് വെച്ചാൽ മതി. മറ്റേ ഒരു ഭാഗത്ത് ഇതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ആ ഒരു വയറഴിച്ചിട്ട് താഴോട്ട് ഇട്ടാൽ മതി. എനിക്ക് മടിയായതുകൊണ്ട് പിന്നെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനത് അഴിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് അതും കൂടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. മറ്റേത് ഞാൻ സ്വിച്ചിലായിരുന്നു ചെയ്തത്, അപ്പോൾ ഇതും കൂടി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടും തയ്ച്ചിട്ട് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഫൂട്ടിൻ്റെ സാധനം വെച്ചിട്ടാണെങ്കിൽ നമുക്കിതിൽ നന്നായിട്ട് തന്നെ തുണിയിലൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിക്ക് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.